യെസ്, കഴിഞ്ഞ ജൂലൈ 16 തുടങ്ങിയ കാത്തിരിപ്പാണ് 72 നാൾ പിന്നിട്ടിരിക്കുന്നു. അർജുനായി പ്രാർത്ഥനയോടെ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പുകൾക്കൊടുവിൽ അർജുൻ ഒടുവിലെ അവസാന യാത്രയുമായി ഇന്ന് വീട്ടിലേക്ക് എത്തുകയാണ്. അർജുൻ്റെ ആംബുലൻസ് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തുന്നു. പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട്. കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്കൊക്കെ അർജുൻ എത്തുകയാണ്. നേരത്തെ കണ്ണാടിക്കലിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മുഹമ്മദ് ഷംസീർ കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. അർജുൻ എപ്പോഴും ഓരോ യാത്രയ്ക്ക് ശേഷവും ഓടിയെത്താറുള്ള കണ്ണാടിക്കൽ, അങ്ങാടി, വിശേഷം പറഞ്ഞിരിക്കാറുള്ള കടകൾ, ഇതൊക്കെ അർജുനെ കാത്തിരിക്കുകയാണ്. അവസാനമായി ഒരു നോക്ക് കാണാനായി ഒരുപാട് ആളുകൾ, അർജുനെ ഈ വാർത്തകളിലൂടെ മാത്രം അറിഞ്ഞ ഒരുപാട് ആളുകൾ കണ്ണാടിക്കലിൽ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ജില്ലയോ ഭാഷയോ വേഷമോ അതിർത്തി ഒന്നും പ്രശ്നമാകുന്നില്ല. അവർക്കൊക്കെ അർജുൻ എന്ന മനുഷ്യൻ അവൻ സ്വന്തമാണ്, സ്വന്തം സഹോദരനോ മകനോ അത്ര പ്രിയപ്പെട്ടവനാണ്. ഒരു കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു ദുഃഖം അനുഭവിക്കുകയാണ് ഒരുപാട് ആളുകൾ. കാരണം ഇവരൊക്കെ വാർത്തയിലൂടെ മാത്രമാണ് അർജുനെ കാണുന്നത്. അതായത് 72 നാൾ നീണ്ട ഈ പരിചയം മാത്രമാണ് ഇവർക്ക് പലർക്കുമുള്ളത്. പക്ഷേ അതൊന്നും ആ മനുഷ്യ സ്നേഹത്തിന് മുന്നിൽ വഴി മാറുന്നില്ല. ഏതോ നാടുകളിൽ നിന്ന് ഏതോ പുലർച്ചയ്ക്ക് വണ്ടി പിടിച്ച് ഇവരെത്തുകയാണ് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. നേരത്തെ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ സംസാരിച്ചിരുന്നു. മലപ്പുറത്ത് നിന്നെത്തിയ ആളുകളുണ്ട്, കണ്ണൂരിൽ നിന്നെത്തിയ ആളുകളുണ്ട്. ഇവർക്കൊക്കെ അർജുൻ പ്രിയപ്പെട്ടവനാണ്, അവരുടെ കുടുംബാംഗമാണ്. പക്ഷേ അർജുനെ അവർ കണ്ടിട്ടില്ല. അർജുനെ കണ്ടത് വാർത്തകളിലൂടെയാണ്. ഓരോ ദിവസവും രാവിലെ വാർത്ത നോക്കുമ്പോൾ അവിടെ അർജുനെ കണ്ടെത്തിയോ, ഷിരൂരിൽ എന്ത് സംഭവിക്കുന്നു, അങ്കോലയിൽ തിരച്ചിൽ ആരംഭിച്ചോ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഒടുവിൽ ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുകയാണ്. അർജുൻ ഇനി തിരിച്ചു വരില്ല. പലരും, എനിക്കറിയാം, ഈ വാർത്തകൾ വായിക്കുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ പലരും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ, അർജുൻ തിരിച്ചു വരുമോ? അത്തരമൊരു അത്ഭുതത്തിനായി കാത്തിരുന്നു ഒരു നാട് മുഴുവൻ. പക്ഷേ ഒരത്ഭുതവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഗംഗാവലി പുഴ അതിൻ്റെ മടിത്തട്ടിൽ മൺകൂനയ്ക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലോറി കണ്ടെത്തുന്നു. അവിടെ അതിൻ്റെ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. പിന്നീട് അത് അർജുൻ്റെ മൃതദേഹം തന്നെയാണ് എന്ന് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുന്നു. അങ്ങനെ അവസാനമായ യാത്രയ്ക്ക് ശേഷം ഒടുവിൽ അർജുൻ വീടണയുകയാണ്. അർജുൻ്റെ പിതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, സഹോദരിയുണ്ട്, സഹോദരി ഭർത്താവുണ്ട്, അങ്ങനെ സഹോദരനുണ്ട്. ഇവരൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളായി മാറിക്കഴിഞ്ഞു ഇവർ ഓരോരുത്തരും. കാരണം അത്രയേറെ അതിവൈകാരികമായ ഒരു ബന്ധം ഇക്കാലയളവിൽ ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ്. അർജുൻ്റെ ഫോട്ടോയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം മകനോടൊപ്പം പങ്കുവെച്ച വീഡിയോ. ഒടുവിൽ ആ ലോറിയിൽ നിന്ന് സാധനങ്ങൾ കണ്ടെത്തുന്നു, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, പാത്രങ്ങൾ. അതിനോടൊപ്പം കണ്ടെത്തിയ ആ കുഞ്ഞു ലോറി അതൊരുപാട് ആളുകളിൽ വലിയ നൊമ്പരമുണ്ടാക്കിയിരുന്നു. കണ്ണീർ കടലായി മാറുകയായിരുന്നു. ആ വലിയ സങ്കടക്കടലിൻ്റെ നടുവിലേക്ക് അർജുൻ കൂടി എത്തിച്ചേരുകയാണ്. ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അവർക്കെല്ലാവർക്കും ഓരോ തരത്തിൽ പ്രിയപ്പെട്ടവനായിരുന്നു അർജുന. കണ്ണാടിക്കല്ലെ അങ്ങാടി, നമുക്കറിയാം, അർജുൻ ഓരോ വലിയ യാത്ര കഴിഞ്ഞെത്തുമ്പോഴും ഓരോ രാവിലെയും അവിടെ എത്തിച്ചേരാറുണ്ട്, അവിടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മകളാണ് അവർ പങ്കുവെച്ചത്. മകൻ അയാൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് നടക്കുന്ന അർജുൻ്റെ ഓർമ്മകൾ ഇപ്പോഴും വലിയ വിങ്ങലായി അവർക്ക് മുന്നിലുണ്ട്. അർജുനെ കാത്തിരിക്കുന്ന അച്ഛനുണ്ട്. മകൻ നഷ്ടപ്പെട്ടത് മുതൽ, മകനെ കാണാതായത് മുതൽ ആ വിയോഗ മുഴുവൻ, ആ ദുഃഖം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവിടേക്കൊക്കെ എത്തിച്ചേരുകയാണ് അർജുൻ. ഇപ്പോൾ യാത്രയിലാണ്. ആ വീട്ടിലേക്ക് അവസാനമായി വന്ന് ചേരാനുള്ള ഒരുക്കത്തിലാണ്. പുളാടിക്കുന്നിൽ നിന്ന് ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, അല്പസമയത്തിനകം തന്നെ പുളാടിക്കുന്നിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു നിരവധി ആളുകൾ അർജുനെ സ്വീകരിക്കാനായി അവിടെ കാത്തുനിൽപ്പുണ്ട്. ഇപ്പോൾ ആൾക്കൂട്ടം കൂടിയിട്ടേ ഉണ്ടാകൂ. എപ്പോൾ അവിടെ എത്തിച്ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ജിൽസി, അല്പസമയത്തിനകം പുളാടിക്കുന്നിലേക്ക് അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അർജുനെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഒരുപാട് ആളുകൾ കണ്ണാടിക്കൽ ബസാറിൽ ഉണ്ട്. അതുപോലെ തന്നെ ആളുകൾ ഇപ്പോൾ പുളാടിക്കുന്നിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ലോറി ഡ്രൈവർമാരും ഉടമകളും ഒക്കെയുള്ള അവരുടെ സംഘടനാ പ്രവർത്തകരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. റെസ്ക്യൂ ടീമിൽ അന്ന് അർജുൻ്റെ രക്ഷാദൗത്യത്തിൽ പങ്കാളികളായ റെസ്ക്യൂ ടീമുകളുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരുണ്ട്. അർജുൻ്റെ ഫൈൻഡ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയേണ്ടത്, വഴികളിലുടനീളം ആളുകളുണ്ട്. അതായത് നാട്ടുകാരുണ്ട്. അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകളുണ്ട്. പല ആളുകൾക്കും അർജുനെ നേരിട്ട് അറിയുന്ന ആളുകളൊന്നും അല്ല.
ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമ്മൾ ഇതിന് മുന്നേയും നമ്മൾ ഒരുപാട് പേരെ കണ്ടിരുന്നതാണ്. അതായത് ഇതിലൂടെ മാത്രം അർജുൻ ഒരു സഹോദരനായി ഈ ഒരു 22 ദിവസത്തെ ഒരു നീണ്ട ഒരു കാലയളവിന് ഉള്ളിൽ അർജുൻ സഹോദരനായി മാറിയ, അല്ലെങ്കിൽ അർജുനെ ഒരു വീട്ടിലെ ഒരു സ്വന്തം അംഗത്തെ പോലെ ഇവിടെയുള്ള ആളുകൾ കണക്കാക്കുകയായിരുന്നു. ഈ കേരളം മുഴുവൻ, ലോകം മുഴുവൻ അർജുനെ ഏറ്റെടുക്കുകയായിരുന്നു. അർജുൻ രക്ഷപ്പെടണമെന്ന് ഒരുപാട് ആളുകൾ, അതായത് ലോകം മുഴുവനുമുള്ള ആളുകൾ ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരുന്നു, ആളുകൾ ിരുന്നു അത്തരത്തിൽ. എന്നാൽ നമുക്ക് ആ ഒരു ശുഭ വാർത്തയല്ല നമുക്ക് വന്നത്. നമുക്കറിയാൻ സാധിച്ചത് രക്ഷാദൗത്യത്തിൻ്റെ ഒരു 10-ാം ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷകളൊക്കെ ഒരു വിധത്തിൽ നശിച്ചിരുന്നുവെങ്കിലും ആളുകൾ അർജുൻ്റെ ഒരു മടങ്ങി വരവായിരുന്നു, അർജുൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ നമുക്ക് അറിയാം, ഇപ്പോൾ അങ്ങനെയൊരു ശുഭവാർത്തയോ അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയൊന്നുമല്ല. എങ്കിൽ കൂടിയും അർജുൻ്റെ ചേതനയേറ്റ ശരീരം കാണാൻ, അർജുൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ അർജുനെ അറിയാത്ത ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ടി വിയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കണ്ട് പരിചയിച്ച ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. നമ്മൾ ഇവിടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ ദൂരെ നിന്നും ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, പുളാടിക്കുന്നിൽ എത്തുന്നുണ്ട്. പുളാടിക്കലിൽ ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ തന്നെ പുളാടിക്കുന്നിലേക്ക് എത്തുന്നുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ ലോറി ഡ്രൈവർമാരും ഉടമകളും ഒന്നും മാത്രമല്ല. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോറി ഡ്രൈവർമാരും അല്ലെങ്കിൽ അർജുൻ്റെ ശരി ലിഡിയ, നമുക്കറിയാം അവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടവനാണ് അർജുൻ. ഇനി അവനെ ഒരു നോക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അവസാനമായി കാണാൻ അതിരാവിലെ തന്നെ എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. ആ കൂട്ടം കൂടിച്ചേർന്ന് അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അത് ചെറുതാകുന്നില്ല. അർജുനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നു. ഏത് സമയവും ഈ വാഹനം പുളാടിക്കുന്നിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന ആളുകളാണ്. ഇനി